നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു വിഷൻ പോകുന്ന സ്ഥലത്ത് വെക്കുക. വൈഡാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരണ്ടേ? നമുക്കറിയാം അതൊരു മോളിക്കുലാർ ടെസ്റ്റ് ആണ്. എലൈസ ഓർ റാപ്പിഡ് ഇമ്മ്യൂണോക്രോമറ്റോഗ്രാഫി ആണ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഫോക്കസ് ബാക്കി എപ്പിഡെർമിഡിസ് ഒക്കെ ബാക്കി കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജുസ് ഇന്റർനാഷണൽ അക്കാദമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് വേഴ്സസ് ഡിസീസ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഡിസീസിന് ഓരോ ഡിസീസിന് അതിൻ്റെതായ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് ഇന്ന ഡിസീസിനുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുഞ്ഞു ന്യൂമോണിക്സും കുറച്ച് സ്റ്റഡി ട്രിക്സ് ഒക്കെ നമ്മുടെ എജുസ് അക്കാദമിയുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും കാണണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പഠിച്ചത് പക്ഷേ ഓർമ്മ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ടേബിളുകളും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ഫ്ലോ ചാർട്ടാക്കി ടേബിളൊക്കെ ആക്കി വെക്കുക. എപ്പോഴും നിങ്ങൾ കാണുന്ന സ്ഥലത്ത്, മിററിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ കിച്ചണിലോ ലാബിലോ വട്ടെവർ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു വിഷൻ പോകുന്ന സ്ഥലത്ത് വെക്കുക. കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന കൂടെ തന്നെ എപ്പോഴും അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ ഒരു വട്ടം പഠിച്ച് തീർന്നു, അത് നമുക്ക് അതിനേക്കാളൊക്കെ ഉപരി അത് ഓർമ്മ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ റിവൈസ് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞത് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഓർമ്മ നിൽക്കാനായിട്ട് കുഞ്ഞു സ്റ്റഡി ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. കാരണം നമ്മൾ PSCക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? PSCക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലാണ് കിട്ടുക അല്ലെ? ചിലർക്ക് എഴുതി പഠിച്ചാലാണ് കിട്ടുക, ചിലപ്പോൾ വായിച്ചാൽ കിട്ടും അല്ലെ? ചിലർക്കൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ കാണുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഓരോരോ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന രീതിക്ക് നിങ്ങളൊരു ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടേ പഠിച്ചു പോവാം. നമ്മളിപ്പോൾ 2 ദിവസം പഠിച്ചു, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പഠിക്കാം, അങ്ങനെയല്ല. നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പോൾ എക്സാം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ ടെസ്റ്റ് വേഴ്സസ് ഡിസീസ് ആണ്. നമ്മൾ ഒരുപാട് ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഫംഗൈ അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ഡിസീസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു ടേബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൈഡാൽ ടെസ്റ്റ് ആണ്. വൈഡാൽ ടെസ്റ്റ് എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റാ? ഒരു അഗ്ലൂട്ടിനേഷൻ ആണ്. എന്താണ്? അഗ്ലൂട്ടിനേഷൻ ആണ്. ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ് വൈഡാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരണ്ടേ? യെസ്, ടൈഫോയിഡ് ഫീവർ. ആരാ കോസ് ചെയ്യുന്നത്? സാൽമോണല്ല ടൈഫി ANB. അപ്പൊ വൈഡാൽ ടെസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ടൈഫോയിഡ് ഫീവർ ആണ് ഓർമ്മ വരേണ്ടത്. വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡ് ഫീവർ. ഓക്കെ, എൻഡറിക് ഫീവർ അങ്ങനെയാണെങ്കിലും ഓപ്ഷണൽ എൻഡറിക് ഫീവർ അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ വെയിൽ ഫിലിക്സ് ടെസ്റ്റ്, അതും ഒരു ടൈപ്പ് ഓഫ് അഗ്ലൂട്ടിനേഷൻ ആണ്. അഗ്ലൂട്ടിനേഷൻ വെച്ച് നോക്കിയിട്ടാണ് ഇത് റിസൾട്ട് കിട്ടുന്നത്. അത് റിക്കറ്റ്സിയൽ ഇൻഫെക്ഷൻ ആണ്. ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിൽ ഫിലിക്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ വൈഡാൽ ടെസ്റ്റ് എന്തിനായിരുന്നു? ടൈഫോയിഡ് ഫീവർ. വെയിൽ ഫിലിക്സ് എന്തിനായിരുന്നു? റിക്കറ്റ്സിയൽ ഇൻഫെക്ഷൻ ആണ്. ഈ രണ്ടും അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. ഇനി VDRL എന്താ? അതൊരു ഫ്ലെക്യുലേഷൻ ടെസ്റ്റ് ആണ്. എന്താണ് ഫ്ലെക്യുലേഷൻ ടെസ്റ്റ് ആണ്. സിഫിൽസ് ആരാ കോസ് ചെയ്യുന്നത്? ട്രിപ്പോണിമ പാലിഡ അല്ലേ? നമ്മൾ സ്പൈറോചീറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിഫിൽസിന് വേണ്ടിയിട്ടാണ് VDRL ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ എലൈസ എന്താ? ഒരു ഇമ്മ്യൂണോ എൻസൈമാറ്റിക് ടെസ്റ്റ് ആണ്. HIV, ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ C, ഡെങ്കു, അതുപോലെ തന്നെ ഹോർമോണൽ അസൈസിനൊക്കെ നമ്മൾ ഈ എലൈസ യൂസ് ചെയ്യും. ഓക്കെ, അതൊരു ഇമ്മ്യൂണോ എൻസൈമാറ്റിക് ടെസ്റ്റ് ആണ്. ദെൻ വെസ്റ്റേൺ ബ്ലോട്ട് അതൊരു ഇമ്മ്യൂണോ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. കൺഫോർമേറ്ററി ടെസ്റ്റ് ഫോർ HIV, ലൈം ഡിസീസ്. ഓക്കെ, കൺഫോർമേറ്ററി ടെസ്റ്റ് ഫോർ HIV അതുപോലെ തന്നെ ലൈം ഡിസീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. ദെൻ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, നമുക്കറിയാം അതൊരു മോളിക്കുലാർ ടെസ്റ്റ് ആണ്. COVID-19 അതുപോലെ തന്നെ TB, HIV, ജനറ്റിക് ഡിസീസിനൊക്കെ എല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ PCR യൂസ് ചെയ്യുന്നുണ്ട്. COVID-19 നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ? നമ്മൾ PCR ചിലപ്പോൾ ചെയ്തിട്ടുള്ളവരായിരിക്കും, എന്നാലും നമ്മൾ കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലെ? എന്തായാലും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും PCR ഒക്കെ. ആ ഒരു കോവിഡ് സമയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു മൈക്രോബയോളജി അല്ലെങ്കിൽ ഒരു സയൻസ് ഫീൽഡിലുള്ള ആൾക്കാർ മാത്രമല്ല, എല്ലാവരും PCR എന്താന്ന് ആ ഒരു സമയത്ത് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? അപ്പൊ ഇതാണ് ഈ സ്ലൈഡിൽ പരിചയപ്പെട്ട ടെസ്റ്റുകൾ. ഏതൊക്കെയായിരുന്നു? വൈഡാൽ ടെസ്റ്റ്, വെയിൽ ഫിലിക്സ് ടെസ്റ്റ്, VDRL ടെസ്റ്റ്, എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട്,
PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അതിൽ വൈഡാൽ ടെസ്റ്റും വെയിൽ ഫിലിസ് ടെസ്റ്റും എന്താണ്? അഗ്ലൂട്ടിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. അഗ്ലൂട്ടിനേഷൻ ആണ് ആ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് വരുന്നത്. VDRL എന്തായിരുന്നു? ഫ്ലക്യുലേഷൻ ടെസ്റ്റ് ആണ്. ELISA എന്തായിരുന്നു? ഒരു ഇമ്മ്യൂണോ എൻസൈമാറ്റിക് ടെസ്റ്റ് ആണ്. ദെൻ വെസ്റ്റേൺ ബ്ലോട്ടും ഒരു ഇമ്മ്യൂണോ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് PCR, മോളിക്കുലർ ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഇനി മോൺടോക്സ് ടെസ്റ്റ്, അതൊരു സ്കിൻ ട്യൂബർക്ലിൻ ടെസ്റ്റ് ആണ്. ട്യൂബർക്കുലോസിന് ഡയഗ്നോസ് ചെയ്യുക അല്ലേ. ദെൻ പോൾ ബണൽ ടെസ്റ്റ്, അതും ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അത് ഇൻഫെഷ്യസ് മോണോന്യൂക്ലിയേഷസ് EBV എന്നൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ASO ടൈറ്റർ ഒരു അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയൈസേഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ റിമാറ്റിക് ഫീവർ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഈ ASO ടൈറ്റർ ആണ്. ASO ടെസ്റ്റ് നമ്മൾ സ്ട്രെപ്റ്റോകോക്കലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ കോംസ് ടെസ്റ്റ്, അതും വളരെ ഫെമിലിയർ ആണ് അല്ലേ. ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ആണ്. നമ്മൾ ഹീമോലറ്റിക് അനീമിയ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അതിലൊക്കെ നമ്മൾ കോംസ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CRP, ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ടർബിഡിമെട്രി യൂസ് ചെയ്യുന്നതാണ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് CRP, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനാണ് CRP ടെസ്റ്റ്. ഓക്കെ, ദെൻ HBS AG ടെസ്റ്റ്, ELISA ഓർ റാപ്പിഡ് ഇമ്മ്യൂണോക്രോമറ്റോഗ്രാഫി ആണ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു? മോൺടോക്സ് ടെസ്റ്റ്, പോൾ ബണൽ, ASO ടൈറ്റർ, കോംസ് ടെസ്റ്റ്, CRP, HBS AG ടെസ്റ്റ്. ഈ കോംസ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ. അതുപോലെ CRP, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ട്യൂബർക്ലോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഈ സ്കിൻ ട്യൂബർക്ലിൻ ടെസ്റ്റ്, മാൻടോക്സ് ടെസ്റ്റ്, അതൊന്ന് നോട്ട് ചെയ്യാം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഡെങ്കു NS1 ആന്റിജൻ ടെസ്റ്റ്, ELISA അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് ആണ് ഡെങ്കു ഫീവറിന്. CFT, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്, സെറോളജിക്കൽ ടെസ്റ്റ് ആണ്, നമ്മൾ വൈറൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ. അതുപോലെ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, അതൊരു റാപ്പിഡ് ഇമ്മ്യൂണോ അസേ ആണ്. നമ്മൾ മെനിഞ്ചൈറ്റിസ്, CRP, പ്രഗ്നൻസി ടെസ്റ്റ്, അതൊക്കെ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. ദെൻ യൂറിയസ് ടെസ്റ്റ്, ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. ഹെലിക്കോബാക്ടർ പൈലോറി പ്രോട്ടിയസ് ഹൈലി യൂറിയസ് പോസിറ്റീവ് എന്ന് പറയും. പ്രോട്ടിയസ് നമുക്കൊരു സാധാരണ നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ടാണല്ലോ റിസൾട്ട് വരും. ഇതൊരു 6 hours തന്നെ റിസൾട്ട് വരും. ഓക്കെ, അപ്പോൾ ഡെങ്കു NS1 ആന്റിജൻ ടെസ്റ്റ്, CFT, ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ, അത് നമ്മൾ മെനിഞ്ചൈറ്റിസ്, CRP, പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ആണ്. ദെൻ യൂറിയസ് ടെസ്റ്റ്, ഹെലിക്കോബാക്ടർ പൈലോറി പ്രോട്ടിയസിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ. ഇനി കാറ്റലീസ് ടെസ്റ്റ്, ഇതൊക്കെ ബാക്കി നമുക്ക് അറിയുന്നതാണ് അല്ലെ. കാറ്റലീസ് ടെസ്റ്റ് ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. നമ്മൾ ഏതിനായിരുന്നു? സ്റ്റഫൈലോകോക്കിനെയും സ്ട്രെപ്റ്റോകോക്കിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റഫൈലോകോക്കസിന്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ ഡിഫറൻഷിയേറ്റ്, നമ്മൾ കൊയാഗുലേസ് ഇതിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൊയാഗുലേസ് ഒരു എൻസൈം ടെസ്റ്റ് തന്നെയാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഈ സ്റ്റഫൈലോകോക്കസ് ബാക്കി എപ്പിഡെർമിഡിസ് ഒക്കെ ബാക്കി കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് മാത്രമാണ് കൊയാഗുലേസ് പോസിറ്റീവ്. ഓക്കെ, ഓക്സിഡേസ് ടെസ്റ്റ്, അതും ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. നമ്മൾ സുഡോമോണാസ്, നിസീരിയ ഒക്കെ ഈ ബാക്കി എൻട്രോബാക്ടീരിയസിൽ വരുന്ന ബാക്കി എല്ലാവരും ഓക്സിഡേസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, സുഡോമോണാസ്, നിസീരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ ഓക്സിഡേസ് പോസിറ്റീവ് ആണ്. നമുക്കറിയാം എന്താ നമ്മൾ സൈറ്റോക്രോം ഓക്സിഡേസ് നോക്കുന്നത് അല്ലേ. ഒരു കുഞ്ഞ് ഡിസ്ക് ഉണ്ടാവും, അതിൽ നമ്മൾ റബ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 seconds തന്നെ ഒരു വയലറ്റ് കളർ വരും. കാറ്റലീസ് ടെസ്റ്റ് നമുക്കറിയാം, H2O2 നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫോം ചെയ്യും അല്ലേ. ദെൻ ക്യാം ടെസ്റ്റ്, അതൊരു ഹിമോലറ്റിക് സെനർജി ടെസ്റ്റ് ആണ്. നമ്മൾ ഗ്രൂപ്പ് B സ്ട്രെപ്റ്റോകോക്കസിന്, അതായത് ആരാ? സ്ട്രെപ്റ്റോകോക്കസ് അഗാൽട്ടെ, അതാണ് ഗ്രൂപ്പ് B. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്യാം ടെസ്റ്റ് ഗ്രൂപ്പ് ബിക്ക് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാം ടെസ്റ്റ് എന്ന് കാണുമ്പോൾ ഓർക്കുക, ഗ്രൂപ്പ് B സ്ട്രെപ്റ്റോകോക്കസിനെ ഡയഗ്നോസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഡിസീസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈഡാൽ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ടൈഫോയിഡ് ഫീവറിനുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഡിസീസിനും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എളുപ്പത്തിൽ ഓർത്തിരിക്കുക, നമ്മൾ ടേബിൾ ആയിട്ടാണ്, ജസ്റ്റ് വേറെ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഡിസീസും അതിന്റെ ടൈപ്പ് ഓഫ് ടെസ്റ്റും കൂടി ഒന്ന് നോക്കുക. ഇപ്പോൾ അഗ്ലൂട്ടിനേഷൻ ആണോ, ഫ്ലെക്കുലേഷൻ ആണോ, അങ്ങനെയുള്ളതോ, ഇമ്മ്യൂണോബ്ലോട്ട് അങ്ങനെയുള്ളതൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഏത് ഡിസീസിനാണെന്ന്. നിങ്ങൾക്ക് ഒരുപാട് വായിക്കേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഒരുപാട് വായിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പാരഗ്രാഫ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഡിസീസ് ഏതാണ്, ആ ടെസ്റ്റ് ഏതാണ്, അത് മാത്രം ഒന്ന് നോക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് കാര്യങ്ങളും ടെസ്റ്റും അതുപോലെ
ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണെന്നും ഡിസീസ് ഏതാണെന്നും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ എഡ്യൂസ് അക്കാദമിയുടെ പേജിൽ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് നമുക്ക് എപ്പോഴും പെട്ടെന്ന് പഠിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുക അല്ലേ. നമ്മൾ ഒരുപാട് വായിച്ച് ഒക്കെ നമുക്ക് ചിലപ്പോൾ അതിനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലോട്ട് വരാൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടേബിൾസും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്, 1 ലൈൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്